കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ആരോപണത്തിൽ 15 ദിവസത്തിനകം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ റിപ്പോർട്ട് സമർപ്പിക്കണം. പേരാമ്പ്ര സ്വദേശിനി രജനിയുടെ മരണത്തിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. നവംബർ 4-ന് ശരീരമരവിപ്പും വേദനയുമായി മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടിയ രജനിക്ക് ആദ്യം നൽകിയത് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതീവ ഗുരുതരമായ ഗില്ലൻ ബാരി സിൻഡ്രോമാണ് രജനിയെ ബാധിച്ചെന്ന് 4 ദിവസത്തിന് ശേഷമാണ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് സ്ഥിരീകരിക്കാനായത്. സഹിക്കാൻ പറ്റാത്ത വേദന കാരണം ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. അപ്പം മെഡിക്കൽ കോളേജിൽ എത്തി. അതിനുശേഷം ഇവിടെ 3 ദിവസം കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3 ദിവസവും അതായത് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുത്തിരുന്നെന്നല്ലാതെ ന്യൂറോ വിഭാഗത്തിലേക്ക് ഒരു കൺസൾട്ടേഷനോ ന്യൂറോളജി കാണുകയോ ചെയ്തിട്ടില്ല. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് രജനി മരിച്ചത്. ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു വിശദീകരണവും മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയില്ല. മൃതദേഹവുമായി പ്രതിഷേധത്തിന് ഒരുങ്ങിയതോടെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ചർച്ചയ്ക്ക് തയ്യാറായത്. രജനിയുടെ മരണത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് DMEക്ക് മെഡിക്കൽ കോളേജ് കൈമാറി. കേസ് ഷീറ്റ് ഫോറൻസിക്കിനും നൽകിയിട്ടുണ്ട്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ദിവസേന 3000-ലധികം പേരാണ് ഇവിടെ ചികിത്സ തേടുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ രോഗികളെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ ഷാഫിക്കൊപ്പം അനൽ കാസേത്ത്, ന്യൂസ് മലയാളം, കോഴിക്കോട്.